ഒരു തെരഞ്ഞെടുപ്പിനെ നാം അഭിമുഖീകരിക്കാനിടയായത് സ്വാഭാവികമായി വന്നതൊന്നല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണിത്. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായും ലോക്സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർത്തു പോകും. അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. 400-ലധികം സീറ്റ് നേടി തിരിച്ചു വരും എന്നതായിരുന്നു ബി.ജെ.പിയുടെ അവകാശവാദം. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു പാർട്ടിയായി ബി.ജെ.പി മാറി. രണ്ട് പാർട്ടികളുടെ പിന്തുണയോടെയാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്. എന്നാൽ സാഹചര്യത്തിൽ വന്ന ഈ കുറവ് തങ്ങളെ ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന മട്ടിലാണ് ബി.ജെ.പി കാര്യങ്ങൾ നീക്കുന്നത്. അതിൻ്റെ ഭാഗമായി അവരുടെ അജണ്ടകൾ ഓരോന്നായി പ്രഖ്യാപിക്കുന്ന നാം കാണുകയാണ്. അതിലൊന്നാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ്, അതുപോലുള്ള ഒട്ടേറെ പരിപാടികൾ. ഈ പറയുന്ന ഒന്നും തന്നെ ഇന്നത്തെ സ്ഥിതിയിൽ നടപ്പാക്കാൻ കഴിയാത്തതാണ് എന്നവർക്കറിയാം. കാരണം ചിലതിന് ഭരണഘടനാ ഭേദഗതി വേണം. ഈ ഒരു കാര്യത്തിന് 15ഓളം ഭേദഗതി ഭരണഘടനയിൽ തന്നെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. അതിനുള്ള അംഗബലം ഇപ്പോഴില്ല. എന്നാലും ജനങ്ങളുടെ ഇടയിൽ വലിയ പ്രചരണം നടത്തുകയാണ്. അതിൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമാണ്. തങ്ങൾ അജണ്ട കൈയൊഴിഞ്ഞിട്ടില്ല, അതുമായി മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിക്കുക, വലിയ തോതിലുള്ള ഭിന്നത രാജ്യത്തെ ജനങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുക, ഇതിനുതകുന്ന നടപടികൾ ഓരോന്നോരോന്നായി എടുത്തു വരികയാണ്. ഏറ്റവും പ്രധാന വഴി വർഗീയ സംഘർഷം സൃഷ്ടിക്കലാണ്, വർഗീയ വികാരം ആളിക്കത്തിക്കലാണ്. അതിന് സഹായകമായ നിലപാട് ബി.ജെ.പി ഗവൺമെൻറ്റുകളും സ്വീകരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളുമല്ല. ഇതുപോലുള്ള കാര്യങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് നമ്മുടെ രാജ്യത്തിന് സ്വീകരിച്ചു പോകാൻ കഴിയേണ്ടതുണ്ട്. നിർഭാഗ്യവശാൽ പല കാര്യങ്ങളിലും രാജ്യത്തിൻ്റെ തനതായ നിലപാട് ഉപേക്ഷിച്ച് പോകുമ്പോൾ അതിന് കൃത്യതയോടെയുള്ള സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. കോൺഗ്രസ് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്നൊരു പാർട്ടിയാണ് കേന്ദ്രഭരണത്തിൽ. ബി.ജെ.പിയുടെ ഗവൺമെൻറ്റാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നതെങ്കിലും ദീർഘകാലം അധികാരത്തിൽ തുറന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്.
രാജ്യത്തിൻ്റെ നയം രൂപീകരിക്കുന്നതിൽ, രാജ്യത്തിൻ്റെ നയം ലോകരംഗത്ത് പ്രതിഫലിപ്പിക്കുന്നതിൽ എല്ലാം കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റേതായ പങ്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പഴയകാല നേതാക്കൾ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ളവർ. അതിൻ്റെ ഫലം കൃത്യമായൊരു സാമ്രാജ്യത്വ വിരുദ്ധ മുഖം ഇന്ത്യക്കുണ്ടായിരുന്നു. ആ സാമ്രാജ്യത്വ വിരുദ്ധ മുഖം ഇപ്പോൾ ഇന്ത്യക്കില്ല. ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം ഒരു മഹായുദ്ധത്തിലേർപ്പെട്ടാൽ അമേരിക്കയുടെ കപ്പൽപ്പടയും വായുസേനയുമെല്ലാം നമ്മുടെ മണ്ണിൽ വന്ന് വിശ്രമിച്ചു എന്ന് വരും. നമ്മളും അതോടെ യുദ്ധത്തിൽ പങ്കാളിയായ രാഷ്ട്രമായി മാറും. അത്ര കണ്ട് വിധേയത്വമാണ് അമേരിക്കൻ സാമ്രാജ്യത്വത്തോട് ഇന്ത്യ രാജ്യത്തിനുള്ളത്. ഇത് BJPയുടെ നയം. കോൺഗ്രസ് നേരത്തെ പറഞ്ഞ മുഖത്തിൻ്റെ അവകാശികളായിട്ടാണല്ലോ നിൽക്കേണ്ടത്, സാമ്രാജ്യത്വ വിരുദ്ധ മുഖത്തിൻ്റെ അവകാശികളായിട്ടാണല്ലോ നിൽക്കേണ്ടത്. അതാണോ ഇപ്പോഴത്തെ നില? വളരെ വിശദമായൊന്നും ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. കുറച്ച് നാൾ മുൻപ് രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശിക്കുകയുണ്ടായി. നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചാൽ അവിടെ വെച്ച് പറയാനിടയുള്ള കാര്യങ്ങൾ, അതിനോട് മത്സരിച്ചുകൊണ്ടുള്ള അമേരിക്കൻ പ്രീണന വാക്കുകളാണ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് അവിടെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത്. എന്താണ് സാമ്രാജ്യത്വ വിരുദ്ധ സമീപനത്തിൻ്റെ നില? എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ലോകത്തിലെ ഭൂരിപക്ഷം രാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിലൂടെ ഇസ്രയേലിനോട് പറഞ്ഞു, ഈ കൂട്ടക്കശാപ്പ് നിർത്തണം. ഇവിടെ ചിലർക്ക് പാലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ അതെന്തോ ഒരു മതത്തിൻ്റെ ഭാഗമായുള്ള പ്രശ്നമായിട്ടാണ് വ്യാഖ്യാനം. പാലസ്തീൻ പ്രശ്നത്തിൽ ഇന്ത്യക്ക് എല്ലാ കാലവും നിലപാടുണ്ടായിരുന്നു. പക്ഷപാതിത്വവും ഇന്ത്യക്കുണ്ടായിരുന്നു. ആ പക്ഷപാതിത്വം പാലസ്തീൻ പക്ഷമായിരുന്നു, പാലസ്തീനോടൊപ്പമായിരുന്നു. ഇസ്രയേലിനെ അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രമായിരുന്നു ഇന്ത്യ. ആ രാഷ്ട്രം ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇസ്രയേലിനോട് കൂട്ടക്കൊല അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനോടൊപ്പം ചേർന്നില്ല. അമേരിക്ക അടക്കമുള്ള ചുരുക്കം ചില രാഷ്ട്രങ്ങൾ അതിന് എതിർത്തു. പക്ഷെ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വിട്ടുനിന്നത് ആരുടെ കൂടെ നിൽക്കാൻ? പാലസ്തീനോടൊപ്പമല്ല, ഏതായാലും ഇസ്രയേലിനോടൊപ്പം അമേരിക്കയെ പ്രീണിപ്പിക്കാൻ. ഇതല്ലേ വസ്തുത? ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലോക പൊതുജനാഭിപ്രായത്തിൽ നിന്ന്, ലോകരാഷ്ട്രങ്ങളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ രാജ്യം സ്വീകരിച്ച നില. ഇതിലെന്താണ് കോൺഗ്രസിൻ്റെ നില? പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന നില വന്നല്ലോ രാജ്യത്ത്. എന്താണ് കോൺഗ്രസ് സ്വീകരിച്ച നില? ഇടതുപക്ഷത്തിന് ഒരു അറച്ചു നിൽപ്പുണ്ടായില്ലല്ലോ. എല്ലായിടങ്ങളിലും
കൃത്യതയോടെയുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞല്ലോ. ഡൽഹിയിലടക്കം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചല്ലോ. കോൺഗ്രസിന് കഴിഞ്ഞോ അത്? എന്താ കാര്യം? അമേരിക്ക പിണങ്ങും. അമേരിക്കയെ പിണക്കരുത്. ഇസ്രായേലിലെ സിയോണിസ്റ്റുകളും ഇവിടുത്തെ RSSും ഇരട്ടപ്പറ്റ സഹോദരങ്ങളാണ്. BJPക്ക് ഇസ്രായേലിനോട് സ്വാഭാവികമായും നല്ല മമത, അതോടൊപ്പം അമേരിക്കയെ പീഡിപ്പിക്കാനുള്ള താല്പര്യവും. എന്തേ കോൺഗ്രസിന്? എന്തുകൊണ്ട് കൃത്യതയാർന്ന നിലപാട്, നേരത്തെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് സാമ്രാജ്യത്വ പ്രീണന നിലപാട് വരുന്നത്? ഇതാണ് നാം കാണേണ്ട കാര്യം. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കൂടെ UDF മാത്രമല്ല, UDFിൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവ് വരുമ്പോൾ തന്നെ UDFിൽ തന്നെ പലതരത്തിലുള്ള അസ്പൃശ്യത വരുന്നു. അത് അവരുടെ കാര്യം, അവർ തീരുമാനിക്കട്ടെ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായിട്ടാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ മത്സരിക്കുന്നത്. എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? നമ്മുടെ രാജ്യം ജമാഅത്തെ ഇസ്ലാമിയെ പരിചയമില്ലാത്ത രാജ്യമല്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാട് അത് ജനാധിപത്യ സംവിധാനത്തിന് നിരക്കുന്ന രീതിയല്ലല്ലോ. നേരത്തെ ഒരു പ്രസംഗത്തിൽ പറയുമ്പോൾ ഞാനൊരിടത്ത് ജമാഅത്തെ ഇസ്ലാമി പഴയ ഖലീഫമാരുടെ രാജ്യം ഭരണം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പം അതിന് നൽകാൻ നോക്കിയൊരു വ്യാഖ്യാനം ഖലീഫമാരെ ആക്ഷേപിച്ചു. ഖലീഫമാരുടെ ഭരണം മെച്ചപ്പെട്ടതായിരുന്നു. പ്രശ്നം ജനാധിപത്യത്തിൻ്റെതാണ്. നമ്മുടെ നാടിപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിലാണ്. ഇവിടെയാണ് പുന്നപ്ര വയലാറിലെ സമരസേനാനികൾ അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കേണ്ടത്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന് പുന്നപ്രയിലെ തൊഴിലാളികൾ വിളിക്കുമ്പോൾ അന്ന് SRCP മുന്നോട്ട് വെച്ച അമേരിക്കൻ മോഡലിൽ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. സാധാരണ നിലക്കുള്ള വോട്ടവകാശം ഉണ്ടാവും, തെരഞ്ഞെടുക്കപ്പെട്ട സഭയും ഉണ്ടാവും, നിയമസഭയും ഉണ്ടാവും. പിന്നെ എന്താ അതിൻ്റെ കൂടെ? രാജഭരണം നിലനിൽക്കും. അപ്പം തുടരുന്ന ദിവാന്റെ നേതൃത്വത്തിലൊരു ഭരണക്രമമുണ്ട്. ആ ഭരണക്രമവും തുടരും. തെരഞ്ഞെടുപ്പ് നടന്ന് നിയമസഭ രൂപീകൃതമായാലും രാജാവിൻ്റെ ഭരണവും നേരത്തെയുള്ള ദിവാന്റെ ഭരണക്രമവും തുടരുമെന്ന് പറഞ്ഞ
അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിന്നാണ് ആലപ്പുഴ തൊഴിലാളികൾ വിളിച്ചത്. എല്ലാ രാജാക്കന്മാരുടെയും ഭരണകാലത്ത് ചില കാര്യങ്ങൾ നല്ലത് ചെയ്തിട്ടുണ്ടാവും, എല്ലാം കെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കില്ല. പക്ഷെ രാജഭരണം ഇവിടെ വേണമെന്നാണോ? ഖലീഫമാര് ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതിൻ്റെ അർത്ഥം ഖലീഫമാർ ഇവിടെ വീണ്ടും ഭരണരംഗത്ത് വരണമെന്നാണോ? ഇതാണ് പ്രശ്നം. ജനാധിപത്യ വ്യവസ്ഥയാണ്, ജനാധിപത്യ വ്യവസ്ഥക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി രാജ്യത്തെയും രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും പ്രധാനമായി കാണുന്നില്ല, രാജ്യത്തിൻ്റെ ഭരണക്രമത്തെയും കാണുന്നില്ല. ലോകമാകെയുള്ള ഇസ്ലാം ഭരണം, അതാണ് ജമാഅത്തെ ഇസ്ലാമി കാണുന്നത്. അതിനുവേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. അപ്പം ചോദിക്കും, അവര് വെൽഫെയർ പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുകയല്ലേ എന്ന്. അതുമൊരു മറയാണ്. ആ മറയാണ് ജമ്മു കാശ്മീരിൽ കാണാൻ കഴിഞ്ഞത്. ജമ്മു കാശ്മീർ ഇതേവരെ തെരഞ്ഞെടുപ്പിനെ ശക്തമായി എതിർത്തു പോവുകയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. കടുത്ത വർഗീയ നിലപാടുകൾ സ്വീകരിച്ചു പോവുകയായിരുന്നു. ഇപ്പം ആരുടെ കൂടിയാ നിന്ന്, ആർക്ക് വേണ്ടിയാ നിന്ന്? BJPക്ക് വേണ്ടി. അവിടെ 3-4 സീറ്റിൽ ഇത്തവണ മത്സരിക്കാൻ അവർ തീരുമാനിച്ചു. അവസാനം തരിഗാമി മത്സരിക്കുന്ന സീറ്റിൽ കേന്ദ്രീകരിച്ചു. ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മുഴുവൻ അവിടെ കേന്ദ്രീകരിച്ചു. എന്താ കാര്യം? തരിഗാമിയെ പരാജയപ്പെടുത്തണം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. BJPയും ആഗ്രഹിച്ചത്, അവിടെയുള്ള തീവ്രവാദികളും ആഗ്രഹിച്ചത്. പക്ഷേ കാശ്മീർ പ്രശ്നത്തിൽ ആ പ്രശ്നം ഉടലെടുത്ത നാൾ മുതൽ വ്യക്തതയാർന്ന ശരിയായ നിലപാട് സ്വീകരിച്ചു പോകുന്ന തരിഗാമിയെ തന്നെ ജനങ്ങൾ ഇവിടെ തെരഞ്ഞെടുത്തു. ആ ജമാഅത്തെ ഇസ്ലാമിയും ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും അയ്യോ ഞങ്ങൾ രണ്ടാണേ എന്ന് ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞു കളയും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു നയമേ ഉള്ളൂ. ആ നയം ഇസ്ലാമിന്റെ സാമ്രാജ്യം സ്ഥാപിക്കലാണ്. ഒരു തരത്തിലുള്ള ജനാധിപത്യ ഭരണക്രമത്തെയും അവർ അംഗീകരിക്കുന്നില്ല. അതാണ് അവരുടെ ആശയം. അവർക്കിപ്പോ UDFനെ സഹായിക്കണമെന്ന് തോന്നുന്നു. UDFില് രാഷ്ട്രീയ കക്ഷികളെന്ന നിലക്കെടുത്താൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ആ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദൗർബല്യം ശരിയായ രീതിയിൽ ജമാഅത്തെ ഇസ്ലാമി ഉപയോഗിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയിലൂടെ തീവ്രവാദ വിഭാഗം വലിയ തോതിൽ സ്വാധീനം ഉറപ്പിക്കാൻ നോക്കുന്നു. ഈ പറയുന്ന ആർക്കും അതിനെതിരെ നിലപാടെടുക്കാൻ കഴിയുന്നില്ല, അതിനെതിരെ ശബ്ദിക്കാൻ കഴിയുന്നില്ല. എന്താ സംഭവിക്കുക? കോൺഗ്രസിന് അഖിലേന്ത്യാ തലത്തിൽ സംഭവിച്ചു ഓർത്താൽ മതി. ഭൂരിപക്ഷ വർഗീയതയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് RSS പ്രവർത്തിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള ഒരുപാട് കോപ്രായങ്ങൾ രാജ്യത്ത് നടക്കുന്നു. ഒന്നിന്റെയും വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. മതനിരപേക്ഷതയുടെ ഭാഗത്ത് നിൽക്കുന്നവർ കുറച്ചതിനെ എതിർക്കാൻ കഴിയണ്ടേ? പറ്റിയോ? കോൺഗ്രസിന് കഴിഞ്ഞോ?
BJPയുടെ ആടയാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടല്ലേ വർഗീയത എതിർക്കാൻ പുറപ്പെട്ടത്? അത് വർഗീയത എതിർക്കലാവോ? പലപ്പോഴും B ടീമായി മാറിയില്ലേ അവരുടെ തന്നെ അണികൾ? ഈ ഒരു അനിശ്ചിത നിലയിൽ ഞങ്ങളെന്തിന് B ടീമിനോടൊപ്പം നിൽക്കണം, A ടീമിന്റെ കൂടെ പോയാൽ പോരെ എന്ന് ചിന്തിക്കുന്നു. ഇതല്ലേ സംഭവിച്ചത്? രാജ്യം നോക്കണം. ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് അവകാശപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ BJPയുടെ കയ്യിൽ. ഈ നിലപാടിന്റെ ഫലം BJPയെ തുറന്നു കാണിച്ചില്ല, വർഗീയതയെ തുറന്നു കാണിച്ചില്ല, വർഗീയത എതിർത്തു പോയില്ല, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശക്തമായ ആശയപ്രചരണം നടത്തിയില്ല. കോൺഗ്രസ് ആയിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അവിടെ അടിയോടെ വാരാൻ അവർക്ക് കഴിഞ്ഞു. കോൺഗ്രസ് അതിൽ നിന്ന് പാഠം പഠിച്ചില്ല, ഇപ്പോഴും പഠിച്ചില്ല. ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമിയോടും SDP-യോടും സ്വീകരിക്കുന്ന സമീപനം നാളെ അവർക്ക് തന്നെ വലിയ ആപത്തുണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കാനാവണം. വർഗീയത ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്ന പ്രശ്നമൊന്നുമില്ല. എല്ലാ വർഗീയതയും നാടിനാപത്താണ്. ഒരു വർഗീയത മറ്റൊരു വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിന്റെ ഫലം നാടിനാണ് ദോഷം ചെയ്യുന്നത്. ഇപ്പോൾ വർഗീയതയെ തുറന്നു കാണിക്കാൻ സാധിക്കുമോ എന്താണ് പ്രശ്നം? നിങ്ങൾക്ക് LDF-നെ നേരിടാൻ സാധാരണഗതിയിൽ കരുത്ത് പോരാ എന്ന് തോന്നുമ്പോൾ വർഗീയ ശക്തികളുടെ 4 വോട്ട് കൂടി തങ്ങളോടൊപ്പം കിട്ടട്ടെ എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ നിലപാട് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഫലമായി LDF-നെ പരാജയപ്പെടുത്താനോ ആത്യന്തികമായി നിങ്ങൾക്ക് വിജയിക്കാനോ കഴിയില്ല. കാരണം LDF എല്ലാ ഘട്ടത്തിലും ഈ നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ അവിടെ 4 വോട്ടല്ല പ്രധാനമായി കാണുന്നത്. രാജ്യമാണ്, ജനങ്ങളാണ്. ജനങ്ങളുടെ ഐക്യവും രാജ്യത്തിന്റെ നിലനിൽപ്പുമാണ്. അത് അപകടത്തിലാക്കുന്ന എന്തിനെതിരെയും ശക്തമായ നിലപാടാണ് LDF-ഉം ഇടതുപക്ഷവും സ്വീകരിച്ചു പോവുക. നിങ്ങൾ 4 വോട്ടും 2 സീറ്റും കിട്ടാൻ ഇത്തരം ശക്തികളെ കൂടെ നിർത്താനാണ് ശ്രമിക്കുന്നത്. അങ്ങേയറ്റം ആത്മഹത്യാപരമായ നിലപാടായിരിക്കും അത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഞങ്ങളോട് വിരോധമുണ്ട്, RSS-ന് ഞങ്ങളോട് വിരോധമുണ്ട്, SDP-ക്ക് ഞങ്ങളോട് വിരോധമുണ്ട്. എന്താ കാര്യം? എല്ലാറ്റിനും ഒരടിസ്ഥാനമേ ഉള്ളൂ. ഒരു വർഗീയതയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. എല്ലാ വർഗീയതക്കും എതിരായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരോരോരുത്തരും പലതരത്തിൽ ഞങ്ങളെ ആക്ഷേപിക്കാൻ നോക്കുകയാണ്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പ്രചരിപ്പിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ ജില്ലയിൽ വലിയ ജാഥ നടത്തിയില്ലേ? എന്താ പറയാൻ ശ്രമിച്ചത്?
മലപ്പുറത്തെ ആക്ഷേപിക്കുന്നു. ആര്? LDF ഗവൺമെന്റ്. LDF ഗവൺമെന്റോ? കേരളത്തിൽ ഇടതുപക്ഷമോ? ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? തെളിമയാർന്ന നിലപാടാണ് എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കത് അവകാശപ്പെടാൻ കഴിയോ? 1967 മലപ്പുറം ജില്ല അന്നത്തെ EMS മുഖ്യമന്ത്രിയായ ഗവൺമെന്റ് അംഗീകരിക്കുന്നത്. ആ കാര്യത്തിൽ നമ്മുടെ നാട് പൊതുവെ അതിനോട് യോജിച്ചു. കടുത്ത എതിർപ്പ് ജനസംഘത്തിന്, RSSന്, വലിയ തോതിൽ തെറ്റായ പ്രചരണങ്ങൾ. എവിടെയായിരുന്നു കോൺഗ്രസ് അന്ന്? കോൺഗ്രസ് ജാഥ നടത്തിയില്ലേ? കുട്ടി പാകിസ്ഥാൻ എന്ന് വിളിച്ച കൂട്ടത്തിൽ ആരെല്ലാം ഉണ്ട്? മറക്കില്ലാലോ. എല്ലാം പോട്ടെ, അവസാനം നിങ്ങളുടേതായ കാരണത്താൽ ഞങ്ങളുമായി തെറ്റി ഇരിക്കട്ടെ. നിങ്ങൾ ആ ഗവൺമെന്റിൽ ഇരുന്നു കൊണ്ട് നേടിയ നേട്ടങ്ങൾ പറയുന്ന കൂട്ടത്തില് പറഞ്ഞില്ലാലോ, മലപ്പുറം ജില്ല ഞങ്ങൾ നേടിയെന്ന്. എന്തേ? നിങ്ങളുടെ നേട്ടമായി മലപ്പുറം ജില്ലയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല നിങ്ങൾക്ക്? അപ്പോഴും ഞങ്ങളെ ആക്ഷേപിക്കുന്നുണ്ടായിരുന്നു മറ്റവര്. ആ കൂട്ടത്തിലാണ് നിങ്ങൾ ചേർന്നത്. ഓർമ്മയില്ലേ അത്? ഇവിടെ പച്ചക്കള്ളം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? മലപ്പുറം ജില്ലയിലാണ് പോലും ഏറ്റവും കൂടുതൽ കേസുകൾ ചാർജ് ചെയ്തിട്ടുള്ളത്. എവിടുന്ന് കിട്ടിയ വിവരം? ഏതെങ്കിലും വിടുവായൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതേപോലെ ആവർത്തിക്കലാണോ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എവിടുന്ന വിവരം കിട്ടി? ഞാൻ കണക്കുകൾ വെച്ച് പിന്നീട് സംസാരിച്ചല്ലോ. ഏറ്റവും കൂടുതൽ കേസുകൾ ചാർജ് ചെയ്ത ജില്ല മലപ്പുറമല്ല, ഏറ്റവും കുറവ് കേസുകൾ ചാർജ് ചെയ്യപ്പെട്ട ജില്ലകളിലാണ് മലപ്പുറം എന്ന് ആ കണക്കുകൾ സമർത്ഥിച്ചില്ലേ? ജനസംഖ്യാനുപാതികമായി കേസെടുത്താലും ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയിൽ. അതെല്ലാം സംസാരിക്കുന്ന കണക്കുകളല്ലേ, യാഥാർത്ഥ്യങ്ങളല്ലേ? എന്താണ് നിങ്ങൾ നോക്കിയത്? എന്തിനാണ് നിങ്ങൾ നോക്കിയത്? നിങ്ങൾ ഈ നാട്ടിലെ ഒരു വിഭാഗം ജനങ്ങളെ തെറ്റായ വഴിക്ക് വർഗീയമായി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചില്ലേ? അതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ വർഗീയമായി ചിന്തിപ്പിക്കാൻ ശ്രമിച്ചാൽ അവർ വർഗീയമായി ചിന്തിക്കോ? കാരണം നിങ്ങൾ ഞങ്ങൾക്കെതിരെയാണ് വർഗീയത ആരോപിക്കാൻ ശ്രമിച്ചത്. ഞങ്ങളുടെ LDFന്റെ ഇടതുപക്ഷത്തിന്റെ നിലപാട് തുറന്ന പുസ്തകമല്ലേ? ഈ നാടിനെ പരക്കെ അറിയാവുന്ന കാര്യമല്ലേ? അവരെ വർഗീയ ശക്തിയെ പീഡിപ്പിക്കുന്നവരെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കുമോ? അപ്പോ എത്രമാത്രം തെറ്റായ വഴിയിലാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നോക്കണം. ലീഗിൻ്റെതായ വികാരങ്ങൾ ഉണ്ടാകാം. നിങ്ങൾക്ക് ചിലതിന്റെ ഭാഗമായി മാറാനുള്ള വിഷമം കൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് രംഗത്ത് സാധാരണ സ്വീകരിക്കാത്ത നടപടികളടക്കം കോൺഗ്രസ് ഇവിടെ പ്രത്യേകമായി സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? കോൺഗ്രസിന് എന്ത് പറയാനുണ്ട്? ജമാഅത്തെ ഇസ്ലാമിയുടെ നിങ്ങൾക്ക് നൽകിയ പിന്തുണയെ കുറിച്ച് പറയണം. നിങ്ങൾ എന്തേ പറയാത്തത്?
അതാണ് രാഷ്ട്രീയത്തിലെ ആർജവം. കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ടവർ ആ ആർജവം മനസ്സിലാക്കണമെങ്കിൽ ഒരു ഘട്ടത്തിൽ സഖാവ് EMS പരസ്യമായി പറഞ്ഞൊരു കാര്യം ഓർക്കണം. തലശ്ശേരിയിലെ ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിൽ പരസ്യമായി EMS പറഞ്ഞു, ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട. നിങ്ങൾക്ക് ആ നിലപാടെടുക്കാൻ കഴിയോ? വർഗീയതയോട് നിങ്ങൾക്ക് വിട്ടുവീഴ്ചയിൽ ആ നിലപാടെടുക്കാൻ കഴിയോ? നിങ്ങൾ വോട്ടിന് പിന്നാലെ ഓടുകയാണ്. അതിന്റെ ഭാഗമായി സ്വന്തം മതസാമ്രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തിന്റെ അടക്കം പിന്തുണ നിങ്ങൾ ഉറപ്പിക്കാൻ നോക്കുന്നു. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ആ കാര്യങ്ങൾ പറയാനിടയായി? നമ്മൾ കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ നോക്കിയാൽ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷത്തിലധികമായി LDFന്റെ ഭരണം തുടരുകയാണ്. ഈ ഭരണം അല്ലായിരുന്നു എന്ന് വിചാരിക്കുക. 2016 LDFന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക. എന്താകുമായിരുന്നു നമ്മുടെ നാടിൻ്റെ അവസ്ഥ? എത്രമാത്രം പരിതാപകരമായ അവസ്ഥയിലാകുമായിരുന്നു? എല്ലാ മേഖലയും തകർക്കുകയായിരുന്നില്ലേ നമ്മുടെ നാട്ടിൽ? നാടിനോട് പ്രതിബദ്ധത വേണ്ടേ ഒരു ഗവൺമെന്റിന്? നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്താൻ ഒരു ഗവൺമെന്റിന് കഴിയണ്ടേ? ഈ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഉതകുന്ന ഒട്ടേറെ പദ്ധതികൾ ഓരോന്നോരോന്നായി മുടക്കുന്ന നിലപാടല്ലേ UDF ഗവൺമെന്റ് അന്ന് സ്വീകരിച്ചത്? അതിൻ്റെ ഭാഗമായി ഒരു ഭാഗത്ത് നമ്മുടെ നാഷണൽ ഹൈവേ വന്നില്ല, വേറൊരു ഭാഗത്ത് ഗെയിൽ പൈപ്പ് ലൈൻ വന്നില്ല, മറ്റൊരു ഭാഗത്ത് കേരളത്തിനാകെയുള്ള LPG ഇറക്കേണ്ട ആ LPG ടെർമിനൽ വന്നില്ല. അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് വൈദ്യുതി പ്രവഹിച്ച് വരേണ്ട എടമൺ കൊച്ചി പവർ ഹൈവേ വന്നില്ല. എല്ലാം നമ്മുടെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഒഴിച്ചുകൂടാത്തതാണല്ലോ. ഈ പദ്ധതികളെല്ലാം നടപ്പാക്കാൻ എന്തെങ്കിലും നടപടിയെടുത്തോ? ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല ആയിരക്കണക്കിന് സ്കൂളുകളായിരുന്നു അപ്പോൾ അടഞ്ഞു പോകാനുള്ള ലിസ്റ്റിൽ. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ ഒരു മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആരംഭിച്ചപ്പോൾ അതിലൂടെയല്ലേ അത് രക്ഷപ്പെട്ടത്? ഇന്ന് രാജ്യത്തെ ഏറ്റവും മികവാർന്ന പൊതുവിദ്യാഭ്യാസ രംഗം കേരളത്തിൽ. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ അംഗീകരിക്കേണ്ടി വരുന്നു. ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാനം കേരളത്തിന് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ. അതല്ലേ വസ്തുത? നമ്മുടെ ആരോഗ്യരംഗം എത്രമാത്രം മികവാർന്ന രീതിയിലാണ് മുന്നോട്ട് പോയത്? 2016 ഇല്ലായ്മയുടെ പര്യായമായിരുന്നില്ലേ? ഏത് ആശുപത്രി എടുത്താലും
ഏത് ആശുപത്രി എടുത്താലും ഏത് ആശുപത്രി എടുത്താലും സ്വീകരിച്ച നടപടികളിലുള്ള വ്യത്യാസം നാം ഓർത്തു പോകുന്നത് നല്ലതാണ്. ഇപ്പോൾ പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കൽ, ഇവിടെ UDF അവരുടെ 5 വർഷക്കാലം അതിനുവേണ്ടി ആകെ ചെലവഴിച്ചത്, ആകെ നിർമ്മിച്ചത് 3000 വീടായിരുന്നു 5 വർഷം. എന്നാൽ LDF ഈ 8 വർഷം കൊണ്ട് നിർമ്മിച്ചത് 4,10,000 വീട്. അത് ലൈഫ് പദ്ധതിയിലൂടെയാണ്. 2021 UDF പരസ്യമായി പ്രഖ്യാപിച്ചു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഈ ലൈഫ് നിർത്തലാക്കുമെന്ന്. അത്രമാത്രം വിരോധം ലൈഫിനോട് വെച്ച് പുലർത്തുന്നവർ, പാവപ്പെട്ടവർക്ക് സ്വന്തമായ കിടപ്പാടം കിട്ടുന്നതിനെ എതിർക്കുന്ന സമീപനമാണ് UDF സ്വീകരിച്ചത്. ഇവിടെ പട്ടയം 2011 മുതൽ 16 വരെയുള്ള UDF കാലം ആകെ നൽകിയത് 1,15,000 പട്ടയം. എന്നാൽ 5 വർഷം 1,15,000 കൊടുത്ത സ്ഥാനത്ത് ഇക്കഴിഞ്ഞ 8 വർഷം കൊണ്ട് 3,57,000 പട്ടയം LDF സർക്കാർ നൽകി. കഴിഞ്ഞ LDF സർക്കാർ 2016-21 കാലത്ത് 1,564 പട്ടികവർഗ കുടുംബങ്ങൾക്ക് 2,063 ഏക്കർ ഭൂമി കൈവശാവകാശ രേഖ ലഭ്യമാക്കി. ഇപ്പോൾ 2021 ശേഷം 2,345 പട്ടികവർഗ കുടുംബങ്ങൾക്ക് 3,148 ഏക്കർ ഭൂമി അതിൻ്റെ കൈവശാവകാശ രേഖ വനാവകാശ നിയമപ്രകാരം ലഭ്യമാക്കാൻ കഴിയും. നമ്മുടെ KSRTCയിൽ 2011-16 കാലത്ത് 1,543 കോടി രൂപയായിരുന്നു UDF നൽകിയത്. ഈ കഴിഞ്ഞ 8 വർഷം കൊണ്ട് ആ 1,543 പകരം LDF സർക്കാർ നൽകിയത് 10,000 കോടി രൂപ. നമ്മുടെ ആരോഗ്യ മേഖലയിലെ ശാക്തീകരണം, അതിന് സർക്കാർ പണം ചെലവഴിക്കുന്നുണ്ട്. 2016 ബജറ്റ് വിഹിതം UDFൻ്റെ കാലത്ത് 665 കോടി രൂപയായിരുന്നു. ആ 665 കോടിയുടെ സ്ഥാനത്ത് ഇപ്പോൾ എത്രയാണെന്നറിയോ? 2,500 കോടി രൂപ. ആരോഗ്യമേഖല ശാക്തീകരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 43 ലക്ഷം കുടുംബങ്ങളിൽ 73 ലക്ഷം ആളുകൾക്ക് അതിൻ്റെ ഭാഗമായി ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുകയാണ്. ഇതോടൊപ്പം തന്നെ കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. 612 ആശുപത്രികളുണ്ട്. അതിൽ 27.5 ലക്ഷം ആളുകൾക്ക് 2,762 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് ലഭ്യമാകുന്നത്. നമ്മുടെ നാട്ടിലെ
ഒരു വിഭാഗം ആളുകൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളാണിത്, സഹായമാണിത്. ഇവിടെ വയനാടിനോടൊപ്പം കോന്നിയിലും ഇടുക്കിയിലും പുതിയ മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഈ 2021 ശേഷം പ്രത്യേകമായി തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് LDF സർക്കാർ ശ്രദ്ധിക്കുന്നത്. അതിനു മുൻപും 2016 ശേഷവും ആ ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ പ്രത്യേക കേന്ദ്രീകരണം 2021 ശേഷം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ NAC അക്രഡിറ്റേഷൻ നമ്മുടെ സംസ്ഥാനത്തെ 8 സർവകലാശാലകൾ, 359 കോളേജുകൾ അതിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ശ്രദ്ധിക്കത്തക്ക നേട്ടം കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി A++ ഗ്രേഡാണ് നേടിയിട്ടുള്ളത്. കൊച്ചി കാലടി A+ ഗ്രേഡും നേടിയിരിക്കുന്നു. ഇവിടെ രാജ്യത്ത് NIRF റാങ്കിംഗ് ഉണ്ട്. ആ റാങ്കിംഗ് ഫ്രെയിം വർക്ക് പട്ടികയിൽ നമ്മുടെ 3 യൂണിവേഴ്സിറ്റികൾ 9, 10, 11 റാങ്കിലാണ് നിൽക്കുന്നത്. 9ാം റാങ്കിൽ കേരള, 10ാം റാങ്കിൽ കൊച്ചി, 11ാം റാങ്കിൽ MG, 43ാം റാങ്കിൽ കാലിക്കറ്റ്. ഇങ്ങനെ 4 യൂണിവേഴ്സിറ്റികൾ മികച്ച റാങ്കിംഗ് കരസ്ഥമാക്കിയിരിക്കുന്നു. നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മികവ് തെളിയിക്കുന്ന ഒന്നാണ് രാജ്യത്തെ 100 മികച്ച കോളേജുകൾ എടുക്കുക. ആ 100 മികച്ച കോളേജുകളിൽ നമ്മുടെ സംസ്ഥാനത്തെ 16 കോളേജുകളുണ്ട്. രാജ്യത്താകെയുള്ള 100 മികച്ച കോളേജിൽ 16 എണ്ണം സംസ്ഥാനത്തുള്ളതാണ്. അതിൽ 4 എണ്ണം ഗവൺമെൻറ് കോളേജുകളുമാണ്. ഇവിടെ മികച്ച 300 കോളേജുകളെ രാജ്യത്തെടുത്താൽ ആ റാങ്കിങ്ങിൽ 4-1 നമ്മുടെ സംസ്ഥാനത്തുള്ളതാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മാറ്റമാണിത് കാണിക്കുന്നത്. 2016 ഇതൊന്നും സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല കേട്ടോ. 2016 വരെയുള്ള ആ കാലത്ത് നമ്മൾ വളരെ പുറകിലായിരുന്നു. അപ്പം എങ്ങനെ മാറി വരുന്നു കേരളം എന്നാണിത് കാണിക്കുന്നത്. ഒരു ഭാഗത്ത് പൊതുവിദ്യാഭ്യാസ മേഖല നല്ലതുപോലെ മാറുന്നു, ഉന്നത വിദ്യാഭ്യാസ മേഖലയും അതിനനുസരിച്ച് മാറുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ നാട്ടിന് പുറത്തുള്ള, രാജ്യത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടി വരുന്നതിൻ്റെ എണ്ണം കൂടി വരുന്നു. അതിനാവശ്യമായ സൗകര്യം, ഹോസ്റ്റൽ സൗകര്യം, ഇൻ്റർനാഷണൽ സൗകര്യത്തോടു കൂടിയുള്ള ഹോസ്റ്റലുകൾ നാം ഒരുക്കുന്നു. ഇവിടെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ പുരോഗതി നാം നേടുകയാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടേതാണ്, കേരളത്തിൻ്റെതാണ്. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടേതാണ്, കേരളത്തിൻ്റെതാണ്. ഇവിടെ ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി, ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്നു. എല്ലാം ലോകം ശ്രദ്ധിക്കുന്ന സംഭവങ്ങളായി മാറുകയാണ്. ഒരു ഭാഗത്ത്
ആയുർവേദ രംഗത്തൊരു മികവിൻ്റെ കേന്ദ്രം, ഇൻ്റർനാഷണൽ ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. വേറൊരു ഭാഗത്ത് ജിനോം ഡാറ്റാ സെൻറ്റർ, മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം. ഇവ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ വരുന്ന മാറ്റം, മികവിൻ്റെ കേന്ദ്രങ്ങൾ, സെൻറ്റർ ഓഫ് എക്സലൻസ്, മൈക്രോബയോമിൽ, ന്യൂട്രാസ്യൂട്ടിക്കൽസിൽ, ഇന്നത്തെ ലോകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇതോടൊപ്പം 3 സയൻസ് പാർക്കുകൾ, നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സയൻസ് പാർക്കിന് പുറമെ 3 സയൻസ് പാർക്കുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അപ്പോൾ നമ്മുടെ കേരളത്തെ ആധുനിക വിജ്ഞാന ഉൽപാദന കേന്ദ്രമാക്കി മെല്ലെ 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 മാറ്റുന്നു. അതിൻ്റെ വേഗത കൂടുന്നു. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ മികച്ച വളർച്ച നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാം ഹാർഡ്വെയറിലേക്ക് കടക്കുകയാണ്, സോളാർ പാനലിലേക്ക് കടക്കുകയാണ്, ലിഥിയം ബാറ്ററിയിലേക്ക് കടക്കുകയാണ്. ഇവയുടെയെല്ലാം ഉൽപാദനം കേരളത്തിൽ നിന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളിലേക്കാണ് നാം കടക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ നല്ല രീതിയിൽ ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് IT മേഖല. IT മേഖലയിൽ വലിയ വികസനമാണ് ഈ കാലയളവിൽ നേടാൻ നമുക്ക് കഴിഞ്ഞത്. 2016 IT പാർക്കുകൾ വഴിയുള്ള കയറ്റുമതി 9,753 കോടി രൂപയുടേതായിരുന്നു. അതായത് UDF കാലം. 2023 ആയപ്പോൾ LDFിൻ്റെ കാലം. ആ 9,753 കോടി രൂപയുടെ സ്ഥാനത്ത് 20,000 കോടിയായി വർദ്ധിച്ചു. അതാണ് IT രംഗത്തെ മാറ്റം. 2016 സർക്കാർ IT പാർക്കുകളിൽ UDFിൻ്റെ കാലം കമ്പനികളുടെ എണ്ണം 640 ഇപ്പോഴത് 640 പകരം 10,106 കമ്പനികളാണ്. നേരത്തെ UDF കാലത്ത് തൊഴിലെടുത്തത് 78,068 പേരായിരുന്നു. 78,000 പകരം ഇപ്പോൾ 1,70,000 പേരാണ് തൊഴിലെടുക്കുന്നത്. ആകെയുള്ള IT കയറ്റുമതി എടുത്താൽ കേരളത്തിലെ 2016 34,123 കോടി രൂപയാണ്. UDF കാലത്ത് 34,000 പകരം ഇപ്പോൾ 90,000 കോടിയായി വർദ്ധിച്ചു. K-ഫോൺ, നമ്മുടെ വീടുകളിൽ, സർക്കാർ ഓഫീസുകളിലെല്ലാം ബ്രോഡ്ബാൻഡ് സൗകര്യം മികവാർന്ന രീതിയിൽ ഒരുക്കുകയാണ്. സ്റ്റാർട്ടപ്പുകളുടെ പറുദീസയായി കേരളം മാറി. UDFിൻ്റെ കാലം 300, ഇപ്പത് 5,500. 60,000 തൊഴിലവസരങ്ങൾ. ഇതിലൂടെ 5,800 കോടി രൂപയുടെ നിക്ഷേപം. 2026 15,000 സ്റ്റാർട്ടപ്പുകളും 1,00,000 തൊഴിലവസരങ്ങളുമാണ് നാം ലക്ഷ്യമിടുന്നത്. കേരളത്തിൻ്റെ കാർഷിക മേഖല, UDFിൻ്റെ കാലം 2016 നെൽകൃഷി 1,70,000 ഹെക്ടർ സ്ഥലത്തായിരുന്നു. ഇപ്പോഴത് 2,50,000 ഹെക്ടർ സ്ഥലത്താണ് നെൽകൃഷി. വർദ്ധിച്ചു. ഉൽപാദനക്ഷമത ഹെക്ടറിൽ 4.56 ടൺ ആയി. പച്ചക്കറി ഉൽപാദനം വലിയ മാറ്റം. UDFിൻ്റെ കാലത്ത് 7 ലക്ഷം മെട്രിക് ടൺ, ഇപ്പോഴത് 16 ലക്ഷം മെട്രിക് ടൺ, ഇരട്ടിയിലധികം. കാർഷിക മൂല്യവർദ്ധനവ് ലക്ഷ്യം വെച്ചുള്ള വിവിധ പാർക്കുകൾ, റൈസ് പാർക്ക്, കോഫി പാർക്ക്, സ്പൈസസ് പാർക്ക്, ഫുഡ് പാർക്ക്, റബ്ബർ പാർക്ക്, നാളികേര പാർക്ക്, ഇങ്ങനെ വിവിധ മൂല്യവർദ്ധനവുള്ള നടപടികൾ. 16 ഇനം പച്ചക്കറിക്കും പഴത്തിനും താങ്ങുവില പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളം. നമ്മൾ വ്യാവസായിക രംഗത്ത് പിറകിലാണെന്നാണല്ലോ ദീർഘകാലമായിട്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്ന പരാതി. ഇപ്പോൾ രാജ്യത്ത് നമ്പർ 1 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ 1ാം സ്ഥാനം കേരളം നേടിയിരിക്കുന്നു. വെറുതെ നേടിയതല്ല, ബോധപൂർവമുള്ള തുടർച്ചയായ
ഇടപെടലുകളുടെ ഫലമായി നേടിയെടുത്ത സ്ഥാനമാണത്. UDFിൻ്റെ കാലത്ത് 2016 വ്യാവസായിക വളർച്ച 12%. അത് 17% വർദ്ധിപ്പിക്കാൻ LDFന് കഴിഞ്ഞു. സംരംഭ വർഷത്തിൻ്റെ ഭാഗമായി 3 ലക്ഷത്തിലധികം സംരംഭങ്ങൾ, 19,446 കോടിയുടെ നിക്ഷേപം, 6,38,322 തൊഴിലവസരങ്ങൾ. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം 1 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിച്ചത് വനിതകളാണ്. അതും കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കുന്നതിൻ്റെ നടപടികളുടെ ഭാഗമായി 17 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ് അടച്ചുപൂട്ടുന്ന സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി, ഇപ്പോഴത് KPPL ആക്കി നാം പ്രവർത്തിപ്പിക്കുന്നു. വളരെ മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. ബെൽ ഇലക്ട്രിക്കൽ മിഷൻ അത് KLEML ആക്കി നമ്മൾ പ്രവർത്തിപ്പിക്കുന്നു. ടൂറിസം രംഗത്ത് നല്ല മികവാർന്ന പുരോഗതി നേടാൻ നമുക്ക് കഴിയുന്നു. കോവിഡിൻ്റെ ഘട്ടം പിന്നിട്ടു. കോവിഡിന് ശേഷം നല്ല തോതിലുള്ള തിരിച്ചുവരവിൻ്റെ പാതയിലാണ് നാം നിൽക്കുന്നത്. 2022 35,168 കോടിയുടെ വരുമാനം ടൂറിസത്തിലൂടെ കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഉത്തരവാദിത്ത ടൂറിസം, അതിൻ്റെ ഭാഗമായുള്ള സ്ട്രീറ്റ് ടൂറിസത്തിന് അന്താരാഷ്ട്ര പുരസ്കാരം നമുക്ക് നേടാൻ കഴിഞ്ഞു. കാരവൻ ടൂറിസം, തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ, എഗ്രി ടൂറിസം നെറ്റ്വർക്കുകൾ, ഇതെല്ലാം നല്ല രീതിയിൽ ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്തുന്നു. നമ്മെ ശ്വാസം മുട്ടിക്കാൻ, സാമ്പത്തികമായി ഞെരുക്കാൻ എല്ലാ വഴിയും BJP ഗവൺമെൻറ് നോക്കുന്നു. അതിനെതിരെ ശബ്ദിക്കാൻ കോൺഗ്രസോ UDFോ തയ്യാറല്ല. പക്ഷേ നാട് നേടിയ വളർച്ച, തനത് വരുമാന വളർച്ച, UDFിൻ്റെ കാലം 2016 26%. ഇപ്പോഴോ ആ തനത് വരുമാന വളർച്ച 73%. ഒരു സംസ്ഥാനം എന്ന നിലക്ക് മികവാർന്ന വർധനവ് നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ആഭ്യന്തര വളർച്ചാ നിരക്ക് 2016 9.6% UDF നേടിയത്. UDFിൻ്റെ കാലം പ്രത്യേക പ്രതിസന്ധികളൊന്നും നേരിട്ട കാലമല്ല കേട്ടോ. നമുക്ക് വന്ന പ്രതിസന്ധി, ദുരന്തം എല്ലാം നമ്മൾ ഓർത്താൽ മതി. ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷം 17.6%. ഇതോടൊപ്പം നമ്മുടെ സംസ്ഥാനം 2025 നവംബർ 1 ഒരതിദരിദ്ര കുടുംബവും ഇല്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റാനുള്ള നടപടികളിലേക്ക് സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് നമുക്കിതെല്ലാം സാധിച്ചത്? ഇവിടെയാണ് നാം ചോദിക്കേണ്ടത്, ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. LDF ആയിരുന്നില്ലെങ്കിൽ ഇതെല്ലാം സാധിക്കുമായിരുന്നോ? UDF ആയിരുന്നെങ്കിൽ ഇത്തരം ഒരു പുരോഗതി നാടിനുണ്ടാകുമായിരുന്നോ? ഈ പുരോഗതി, വ്യത്യസ്ത മേഖലകളിലുള്ള പുരോഗതി ബോധപൂർവം മറച്ചുവെക്കാനുള്ള ശ്രമമുണ്ട്. അത് UDFിനെ പവിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കേരളത്തിലെ അങ്ങേയറ്റം പക്ഷപാതിത്വമുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ചെയ്യുന്ന നിലപാടാണ്. വസ്തുതയല്ലാതാകില്ലാലോ. നാട്ടിലാകെയുള്ള നമ്മുടെ അനുഭവം അല്ലാതാകില്ലാലോ. ആ LDF രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിലും കൃത്യതയാർന്ന നിലപാട് സ്വീകരിക്കുന്ന LDF ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് സഖാവ് സത്യൻ മൊകേരിയാണ്. നമ്മുടെ രാജ്യം കണ്ട അടുത്ത നാളുകളിലെ ഏറ്റവും വലിയ പ്രക്ഷോഭം കർഷക പ്രക്ഷോഭമായിരുന്നു. ആ കർഷക പ്രക്ഷോഭത്തിൻ്റെ അനുരണങ്ങൾ പലതരത്തിൽ രാജ്യത്ത് വ്യാപിച്ചു നമ്മളെല്ലാം വിലയിരുത്തുന്നതാണ്.
സഖാവ് സത്യൻ മൊകേരി ഏറ്റവും ഉയർന്ന ഒരു കർഷക പോരാളിയാണ്, കർഷക നേതാവാണ്, CPI നേതാവാണ്, LDF നേതാവാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റെവിടെയും പോകാനില്ലാതെ ഇവിടെ തന്നെ നിങ്ങളുടെ കൂടെ, ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ്. ഇതിൽ പരം ഒരാളെ സ്വീകരിക്കാൻ നമ്മുടെ നാടിന് മടിയുണ്ടാവൂ? ഇത്തരം ഒരാൾ ജനപ്രതിനിധിയായി വരണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ സഖാവ് സത്യൻ മൊകേരിയെ അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ അരിവാൾ നെൽക്കതിരടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി നല്ലവണ്ണം വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ശരി, ഞാൻ ഇറങ്ങുന്ന. നിങ്ങൾ പോയിട്ടില്ല അല്ലേ?